നമുക്ക് സാധാരണ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന എഴുതുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അവർ അലട്ടുന്നൊരു പ്രശ്നമാണ് എവിടെ ചേർക്കണം, ഓൺ എവിടെ ചേർക്കണം, അറ്റ് എവിടെ ചേർക്കണം, ഓഫ് എവിടെ ചേർക്കണം, ഫോർ എവിടെ ചേർക്കണം. ഇത് ഭയങ്കര പ്രശ്നമാണല്ലേ. എഴുതുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തൊക്കെ പല ആളുകളും സംസാരിക്കാൻ തന്നെ പേടിക്കുന്നത് പലപ്പോഴും ഇന്നിനെ അറ്റിനെയൊക്കെ പേടിച്ചിട്ടാണ്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനുള്ള, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി തയ്യാറാക്കിയിട്ടുള്ള പുതിയ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പെട്ടി ടെക്നിക്ക്, ബോക്സ് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇംഗ്ലീഷ് ഭാഷയിൽ ഇതുപോലെ ഒരുപാട് ബോക്സുകളുണ്ട്. ഇന്നത്തെ ബോക്സ് ഏതാണെന്നറിയോ? ഇവിടെ വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അറ്റ് പെട്ടി കണ്ടില്ല, അറ്റ് പെട്ടിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അറ്റ് പെട്ടി. ഈ പെട്ടി ടെക്നിക്കിൽ ഒരുപാട് എന്തുണ്ട്, സബ്ബായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽപ്പെട്ട ഫസ്റ്റ് മെമ്പറാണ് ആര്? അറ്റ് പെട്ടി. അപ്പോൾ ഈ അറ്റ് പെട്ടി എവിടെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് എന്ത് ചെയ്യാം, കുറച്ച് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് പഠിക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിലേക്ക് പോകാൻ പോവുകയാണ് എക്സാമ്പിളിലേക്ക്. അതിന് മുമ്പായിട്ട് ഈ അറ്റ് പെട്ടി എന്ന് എഴുതിയതിന് അടിയിൽ നിങ്ങളൊരു എന്തെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? TEPP കാണുന്നില്ലേ? അപ്പോൾ നമ്മുടെ സ്പീക്കീസിയുടെ മെത്തേഡിൽ നിങ്ങളിത് വായിക്കേണ്ടത് ടപ്പ് എന്നൊന്നുമല്ല കേട്ടോ. ഇത് നമുക്ക് ചിലപ്പോൾ ടപ്പ് എന്നൊക്കെ വായിക്കാൻ തോന്നും. നിങ്ങൾ വായിക്കേണ്ടത് തേപ്പ് എന്നാണ്. എന്താ വായിക്കുക? തേപ്പ് അല്ലേ? തേപ്പ് കിട്ടി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് തേപ്പ് കിട്ടിയാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം? അറ്റുപെട്ടി യൂസ് ചെയ്യണം. അതാണ് കോഡ്. മറക്കാതിരിക്കാനുള്ള ഒരു പവർഫുൾ കോഡാണ് ഞാൻ പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാണ്, തേപ്പ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റ് പെട്ടി യൂസ് ചെയ്യണം. തേപ്പ് കിട്ടിയാൽ അറ്റുപെട്ടി യൂസ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ചെന്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വിശദമായിട്ട് എക്സാമ്പിളിലൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമ്മൾ പെട്ടി ടെക്നിക്ക് എന്ന് എഴുതി, ബ്രാക്കറ്റിൽ ബോക്സ് ടെക്നിക്ക് എന്ന് എഴുതി അല്ലേ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഐ ലൈക്ക് ടു ഗോ ടു ബെഡ് അറ്റ് 10 PM. ഞാൻ 10 മണിക്ക് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പഠിച്ച പ്രണയം ടെക്നിക്കാണ് ഇതല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ച ടെക്നിക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് വെച്ചിട്ട് മാക്സിമം നമ്മൾ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. ഐ ലൈക്ക് ടു ഗോ ടു ബെഡ് അറ്റ് 10 PM. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, അവസാന ഭാഗത്താണ് നമ്മളെ പോയിന്റ് കേട്ടോ. ഇവിടെ 10 PM എന്ന് പറയുന്ന ഈ ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ് അല്ലേ, 10 PM. അതിൻ്റെ മുൻവശത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്തു? അറ്റ് എന്ന് പറയുന്ന ഒരു പെട്ടി, അല്ലെങ്കിൽ സാധാരണ മെത്തേഡിലാണെങ്കിൽ പ്രപ്പോസിഷൻ എന്നാണ് കേട്ടോ ഇത് പറയാം. എന്താ പറയുക? പ്രപ്പോസിഷൻ. അതായത് 2 വേർഡ് കൂടിയതാണ് ഈ പ്രപ്പോസിഷൻ എന്നുള്ളത്. ഒന്ന് പ്രീ, 2 പൊസിഷൻ അല്ലേ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനം. പ്രീ എന്ന് പറഞ്ഞാൽ മുൻവശത്ത്. അതായത് സ്ഥാനങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മുൻവശത്ത് ചേർക്കേണ്ട ആളുകളാണ് ആര്? ഇന്ന്, ഓണ്, അറ്റ്, ഓഫ്, ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ അല്ലെങ്കിൽ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ ഇതിന് എന്ത് പറയുന്നത്? പ്രപ്പോസിഷൻ എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതോടുകൂടി മറക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രം. കാരണം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വേർഡ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ 10 PM എന്ന് പറയുന്ന ടൈമിനെ സൂചിപ്പിക്കുന്ന വേർഡ് അല്ലേ, അതിന് മുൻവശത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്തു? അറ്റ് ആഡ് ചെയ്തു. ഈ അറ്റ് ഇവിടെ ഇല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കൂ. ഐ ലൈക്ക് ടു ഗോ ടു ബെഡ്. ഞാൻ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു 10 PM, 10 മണി. കേട്ടോ, അവിടെ 10 മണിക്ക് എന്നുള്ള ഒരു അർത്ഥം കൊടുത്തത് ആരാണ്? ഈ അറ്റാണ്. അപ്പോൾ അറ്റ് വളരെ ക്രൂഷ്യലാണല്ലേ. നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ, സംസാരിക്കുമ്പോൾ എഴുതുന്ന സമയത്തൊക്കെ അറ്റുണ്ടെങ്കിൽ മാത്രമേ 10 മണിക്ക് എന്നുള്ള അർത്ഥം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയുകയാണ്, ടൈമിനെ കുറിച്ച് നമ്മൾ എവിടെ പറയുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ വേർഡിനെ നമ്മൾ ഇതുപോലുള്ളൊരു പെട്ടി ഉണ്ടാക്കുക, ഒരു ഇമാജിനറി ബോക്സ്, അറ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് വേണം പറയാൻ. ഇപ്പോൾ നമ്മൾ 10 PM എന്നുള്ളതിനെ ഈ ബോക്സിലിട്ടു, അറ്റ് എന്നുള്ള ബോക്സിലിട്ടു. ഇങ്ങോട്ട് നമ്മൾ എന്ത് പറഞ്ഞു? അറ്റ് 10 PM. കണ്ടോ? അറ്റ്. അപ്പോൾ ടൈം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും അതിനെന്ത് ചെയ്യണം? അറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സിൽ ഇട്ടിട്ട് വേണം പറയാൻ. എന്നാൽ മാത്രമേ നമുക്ക് 10 മണിക്ക്, 6 മണിക്ക്, 7 മണിക്ക് എന്നൊക്കെ അർത്ഥം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്ത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടൈമൊക്കെ ഈ ബോക്സിൽ ഇട്ടോക്കാം. ഓക്കെ, കാണുന്നുണ്ടോ? ഇതെന്താണ്? 6 AM. ഓക്കെ, അപ്പം ഞാൻ
6 മണിക്ക് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. നമുക്കെങ്ങനെ പറയാം? ഐ ലൈക്ക് ടു സ്ലീപ്പ് അറ്റ്. സ്ലീപ്പ് എന്നും പറയാം, ഗോ ടു ബെഡ് എന്നും പറയാം കേട്ടോ. കുറച്ചും കൂടി നല്ല പ്രയോഗമാണ് ഗോ ടു ബെഡ്. അപ്പോൾ ഐ ലൈക്ക് ടു സ്ലീപ്പ് അറ്റ് 6 AM. അപ്പോൾ നമ്മൾ അറ്റ് എന്ന് പറയുന്ന ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിലിതിടണം. എന്നിട്ടപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഐ ലൈക്ക് ടു സ്ലീപ്പ് അറ്റ് 6 AM. ഐ ലൈക്ക് ടു സ്ലീപ്പ് അറ്റ് 10 AM. കണ്ടോ, അറ്റ് എന്ന് പറയുന്ന ബോക്സിൽ ഇട്ടിട്ട് വേണം നമ്മൾ ടൈമിനെ കുറിച്ച് പറയാൻ. ഇനി നമുക്ക് അടുത്ത ടൈമിനെ സൂചിപ്പിക്കുന്ന വേർഡ് നോക്കാം. നൂൺ. കണ്ടോ, നൂൺ. നൂൺ എന്നാണ് ഉച്ച അല്ലേ. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ടു സ്ലീപ്പ് അറ്റ് നൂൺ. അറ്റ് നൂൺ. ഓക്കെ. ഞാൻ ഉച്ചക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ടു അറ്റൻഡ് ദിസ് പ്രോഗ്രാം അറ്റ് നൂൺ. അപ്പോൾ നൂൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് എന്ന് പറയുന്ന ബോക്സിൽ ഇട്ടിട്ട് വേണം പറയാൻ. അടുത്തേതാണ് 8 o'clock. നമുക്ക് 8 PM 8 AM എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 8 o'clock. 8 മണിക്ക് ഞാൻ യാത്ര ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ടു സ്റ്റാർട്ട് മൈ ജേർണി അറ്റ് 8 o'clock. ഞാൻ എല്ലാ ഐ ലൈക്ക് യൂസ് ചെയ്തത് നിങ്ങൾ പഠിച്ച കുറച്ച് ടെക്നിക്ക് ആയതുകൊണ്ടാണ് അതിൽ വെച്ചിട്ട് മാക്സിമം എക്സാമ്പിൾസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് മിഡ് നൈറ്റ് അല്ലേ. മിഡ് നൈറ്റ്, മിഡ് ഡേ, ഇതൊക്കെ നമുക്ക് അറ്റ് വെച്ച് പറയേണ്ടതാണ്. അപ്പം ഞാൻ രാത്രി ഒരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ടു റീഡ് എ ബുക്ക് അറ്റ് മിഡ് നൈറ്റ്. അവിടെ അറ്റില്ലാതെ മിഡ് നൈറ്റ് എന്ന് മാത്രം പറയരുത് കേട്ടോ. അറ്റ് മിഡ് നൈറ്റ്. അപ്പോൾ നിങ്ങൾ പഠിച്ചെന്താണ്? ഫസ്റ്റ് പഠിച്ചത് എന്താണ്? ടൈമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിലും എഴുതുകയാണെങ്കിലൊക്കെ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് ആഡ് ചെയ്യണം. നമ്മുടെ മെത്തേഡിലാണെങ്കിൽ അറ്റ് എന്ന് പറയുന്ന ഒരു പെട്ടിയിലിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ടൈമിനെ കുറിച്ച് പറയാൻ. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾ മറന്നോ? എന്താ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്? തേപ്പ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് യൂസ് ചെയ്യണം. അപ്പം തേപ്പിൻ്റെ ഫസ്റ്റ് അക്ഷരം ഏതാ? ടി. ഈ ടി സൂചിപ്പിക്കുന്ന എന്താണ്? ടൈം. അപ്പം ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ എവിടെ വരികയാണെങ്കിലും നമ്മൾ അറ്റുപെട്ടി യൂസ് ചെയ്യണം. കണ്ടോ, തേപ്പിൽ ടി അറ്റ്. ടൈം വരികയാണെങ്കിൽ അറ്റ് യൂസ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഏതാ നമുക്ക് നോക്കാം. എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം അല്ലേ. എന്താണിത്? ഐ വാസ് അറ്റ് ദ മീറ്റിംഗ്. എന്താർത്ഥം? ഞാൻ മീറ്റിങ്ങിൽ ആയിരുന്നു. ഐ വാസ് അറ്റ് ദ മീറ്റിംഗ്. ഞാൻ മീറ്റിങ്ങിൽ ആയിരുന്നു. ഇവിടെ അറ്റില്ലെങ്കിൽ എന്തായിരിക്കും ഇതിനർത്ഥം? ഐ വാസ് ദ മീറ്റിംഗ്. ഞാൻ മീറ്റിംഗ് ആയിരുന്നു എന്നാണ് അർത്ഥം. അപ്പം ഞാൻ മീറ്റിങ്ങിൽ എന്നുള്ള അർത്ഥം കൊടുത്തത് ഇവിടെ ആരാണ്? അറ്റാണ് അല്ലേ. അപ്പോൾ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഈവൻ്റാണ്, ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാംസുകളൊക്കെ വരികയാണെങ്കിൽ ഞാൻ പ്രോഗ്രാമിൽ എന്നുള്ളൊരു അർത്ഥം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ there we need to use ഏത്? അറ്റുപെട്ടി യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ദ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഈവൻറ്റിനെ സൂചിപ്പിക്കുന്ന വേർഡിൻ്റെ മുമ്പിൽ നമ്മൾ അറ്റ് ആഡ് ചെയ്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അറ്റ് എന്ന് പറയുന്ന പെട്ടിയിലിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ദ മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. ഐ വാസ് അറ്റ് ദ മീറ്റിംഗ്. ഐ വാസ് അറ്റ് ദ മീറ്റിംഗ്. അപ്പോൾ കുറച്ച് ഈവൻസുകളൊക്കെ എൻ്റെ പോക്കറ്റിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് പെട്ടിയിലേക്ക് ഇട്ട് നോക്കാം അല്ലേ. ഇതാ കേട്ടോ, ദ പാർട്ടി. അപ്പം ഞാൻ പാർട്ടിയിലാണ്. എങ്ങനെ പറയാം? ഐ ആം അറ്റ് ദ പാർട്ടി. ആം അറ്റ് ദ പാർട്ടി. ഞാൻ പാർട്ടിയിലാകും. ഐ വിൽ ബി അറ്റ് ദ പാർട്ടി. കേട്ടോ, ഇതൊരു ഈവൻ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് അറ്റുപെട്ടിയിലേക്ക് കിട്ടും. നെക്സ്റ്റ് ഏതാ? കോൺഫറൻസ്. കോൺഫറൻസ് മീൻസ് സമ്മേളനം. ഞാൻ ഇന്നലെ സമ്മേളനത്തിലായിരുന്നു. യെസ്റ്റർഡേ ഐ വാസ് അറ്റ് ദി കോൺഫറൻസ്. കേട്ടോ, അറ്റ് ദ കോൺഫറൻസ്. കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ഈവൻറ്റ്, അതിന് മുമ്പിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു? അറ്റ് ആഡ് ചെയ്തു. കൃത്യമായി മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും തേപ്പിലേക്ക് തിരിച്ചു വരാം. എവിടെയാണ് നമ്മൾ അറ്റ് ചേർക്കേണ്ടത്? ഫസ്റ്റ് ടി, ടൈമിനെ സൂചിപ്പിക്കുന്ന വേർഡ് വന്നാൽ നെക്സ്റ്റ് ഇ. ഇ മീൻസ് ഈവൻറ്റ്സ്. ഈവൻറ്റ്സിനെ സൂചിപ്പിക്കുന്ന വേർഡ് പാർട്ടി, കോൺഫറൻസ്, ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? യെസ്. ഇനി നമുക്ക് തേപ്പിൽ മൂന്നാമത്തെ നോക്കാം. പി. യെസ്. Speak Easy English Academy, the #1 English training center in India.